ഹായ് കൂട്ടുകാരെ, ടോട്ടൽ തിയേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മലയാളികളുടെ എല്ലാം അഭിമാനമായ ഒരു അത്ഭുത പ്രതിഭയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ധാരാളം ശാരീരിക വെല്ലുവിളികളെ നേരിട്ട് സ്വന്തം കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും മാത്രം സ്വന്തമായി ഒരു ഹെലികോപ്റ്റർ നിർമ്മിച്ച് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമിൻ്റെ വരെ പ്രശംസയ്ക്ക് പാത്രമായ നമ്മുടെ പ്രിയപ്പെട്ട സജി ചേട്ടനെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സ്വന്തം സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് അത് നേടാനായി പരിശ്രമിച്ച് വിജയിച്ച ഒരാൾ. അയാൾക്ക് സംസാരിക്കാനും കേൾക്കാനും സാധിക്കില്ല. 7ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. എന്നാലും തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അയാൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു, വിജയം നേടുന്നതുവരെ. സ്വന്തമായി ഒരു വിമാനം നിർമ്മിക്കുക എന്നതായിരുന്നു ആ യുവാവിൻ്റെ സ്വപ്നം. ഒടുവിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അയാൾ വിമാനം നിർമ്മിച്ചു. തൊടുപുഴക്കാരൻ സജി തോമസ് എന്ന യുവാവിൻ്റെ കഥയാണ് ഞങ്ങൾ പറഞ്ഞത്. സജി ചേട്ടൻ്റെ ജീവിതകഥ 2 മലയാള സിനിമകൾക്ക് പ്രചോദനമായി. പൃഥ്വിരാജ് നായകനായ വിമാനവും വിനീത് ശ്രീനിവാസൻ നായകനായ എബിയും. ജന്മന ബധിരനും മൂകനുമായ സജി ജനിച്ചതും വളർന്നതും വെള്ളിയാമറ്റത്തായിരുന്നു. തലയോലപ്പറമ്പ് ബധിര വിദ്യാലയത്തിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 7ാം ക്ലാസ് പഠനത്തിനു ശേഷം സജി സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. വെള്ളിയാമറ്റത്ത് റബ്ബർ എസ്റ്റേറ്റിൽ മരുന്നടിക്കാൻ ഹെലികോപ്റ്റർ എത്തിയതാണ് സജിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. അവിടെ ഒരാഴ്ചയോളം ഹെലികോപ്റ്റർ മരുന്നടിക്കുന്നുണ്ടായിരുന്നു. സജി എല്ലാ ദിവസവും അത് കാണാൻ പോവുകയും ഹെലികോപ്റ്റർ കൊണ്ടുവന്ന ബോംബെക്കാരുമായി സൗഹൃദത്തിലാവുകയും ചെയ്തു. ഒരു പ്രാവശ്യം സജിയെ അവർ ഹെലികോപ്റ്ററിൽ കയറ്റി പറത്തി. അതോടെയാണ് സ്വന്തമായി ഹെലികോപ്റ്റർ നിർമ്മിക്കുക എന്ന സ്വപ്നം സജിയുടെ ഉള്ളിൽ മുട്ടിട്ടത്. പിന്നീട് സജിയുടെ മനസ്സിൽ ആ സ്വപ്നം മാത്രമായിരുന്നു. ഇതിനിടെ ആ സ്വപ്നത്തിന്റെ പുറകെ സഞ്ചരിച്ച് കൊച്ചു സജി ബോംബെ വരെ പോയൊരു സംഭവം ഉണ്ടായി. മരുന്നടിക്കാൻ വന്ന ഹെലികോപ്റ്റർ കമ്പനിക്കാരുടെ അഡ്രസ് സജി വാങ്ങിയിരുന്നു. ആ അഡ്രസ്സുമായി ബോംബെയിലെത്തിയ അദ്ദേഹം കമ്പനി കണ്ടുപിടിച്ച് അവിടെ എത്തിച്ചേർന്നു. അവർ സജിയെ ബോംബെയിൽ കുറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം തിരികെ നാട്ടിലെത്തിച്ചു. അടുത്ത വർഷം അതേ കമ്പനിക്കാർ മരുന്നടിക്കാനായി വെള്ളിയാമറ്റത്തെത്തി. അപ്പോഴേക്കും സജി സ്വന്തമായി ഒരു ചെറു വിമാനം നിർമ്മിച്ചിരുന്നു. അത് കമ്പനിക്കാരെ കാണിച്ച് അവരുടെ എല്ലാം പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു. ആ വിമാനം പറക്കില്ലായിരുന്നു, നിലത്തുകൂടെ ഓടുക മാത്രം ചെയ്യുന്ന ഒരു ചെറു വിമാനമായിരുന്നു അത്. പിന്നീട് പറക്കുന്ന വിമാനം ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. 6 വർഷത്തെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ സജി തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. പറപ്പിക്കാൻ കഴിയുന്ന വിമാനം നിർമ്മിച്ചു. പിന്നെയും ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഒടുവിൽ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി സജി വിമാനം പറത്തി. പിന്നെ ഇത് പ്രിപ്പലർ നമ്മളൊരു മഹാഗണി മരം വാങ്ങി അറപ്പിച്ച് മില്ലിൽ കൊണ്ട് അറപ്പിച്ചിട്ട് പിന്നെ ഇത് 4 പീസാക്കി 4 പലകയായത്. അതിന് ഒറ്റത്തടിയില ഉണ്ടാക്കിയ കുത്തു വീഴും, ഉള്ളിൽ കുത്തു വീഴുന്ന നമ്മുടെ സാറ് പറഞ്ഞു, വിങ് കമാൻഡർ SK ജയനായർ സാറ്. അപ്പൊ 4 പീസ് ഇവിടെ ഒട്ടിച്ചിട്ട് ഒരു 2 മാസം ഒട്ടിച്ചു വെച്ചിട്ട് പിന്നെ സജി തന്നെ കൈകൊണ്ട് ഉള്ളി കൊണ്ട് കൊത്തി
ഷേപ്പ് ചെയ്ത ഇങ്ങനെ 2 ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഞങ്ങളത് സാറിന് അയച്ചു കൊടുത്തു പടം. ആദ്യം ഉണ്ടാക്കിയ വിമാനം സാറ് ഒരുപാട് തവണ 4-5 പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞു. വിംഗ് കമാൻഡർ SK ജിനാസ് തിരുവനന്തപുരത്ത്. അത് കഴിഞ്ഞിട്ട് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാറിന് എന്നിട്ട് അത് നമ്മൾ കോളേജിന് കൊടുത്തല്ലോ. രണ്ടാമത് ഇത് പറക്കുന്ന എഞ്ചിനും ഇതെല്ലാം. അപ്പൊ സാറിനെ അറിയിച്ച് സാറ് പറഞ്ഞു കേരളത്തിലൊന്നും സ്ഥലമില്ല, ഞാൻ തമിഴ്നാട്ടിലാണ്, തമിഴ്നാട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ഇതൊരു 6 വർഷം കൊണ്ടാണ് ഇത് ചെയ്തത്. തൊടുപുഴയിൽ നടന്ന കാർഷിക മേളയിൽ സജി ആ ചെറുവിമാനം പ്രദർശിപ്പിച്ചിരുന്നു. അന്ന് കാർഷിക മേള ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അത് കാണുകയും വിമാനം നിർമ്മിച്ച സജിയെ പ്രശംസിക്കുകയും ചെയ്തു. അർഹിക്കുന്ന അംഗീകാരവും ആദരവും സജിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ അടുത്ത കാലം വരെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലായിരുന്നു സജി കഴിഞ്ഞിരുന്നത്. സജിയുടെ കൊച്ചുവീട്ടിൽ താൻ നിർമ്മിച്ച വലുതും ചെറുതുമായ വിമാനങ്ങൾ സൂക്ഷിക്കുവാനും തനിക്ക് ലഭിച്ച അംഗീകാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വെക്കുവാനും പോലും സ്ഥലമുണ്ടായിരുന്നില്ല. പിന്നീടാണ് സജിയുടെ ജീവിതകഥ പ്രമേയമാക്കിയ വിമാനം എന്ന സിനിമ ഇറങ്ങിയത്. അതിലെ നായകനായ പൃഥ്വിരാജ് സജിക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കുകയും ചെയ്തു. ആ പണവും ബാക്കി കുറച്ച് ലോണും എടുത്താണ് സജി ഇപ്പോൾ താമസിക്കുന്ന വീട് വാങ്ങിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ശാസ്ത്ര സാങ്കേതിക വകുപ്പും സജിയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്കും പ്രതിരോധ ഗവേഷണ രംഗത്തും അത് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കും. ഈ യുവശാസ്ത്രജ്ഞനെ നമ്മുടെ സർക്കാരുകളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അർഹിക്കുന്ന അംഗീകാരം ഇനിയെങ്കിലും അദ്ദേഹത്തിന് നൽകണമെന്ന് താഴ്മയായി ഓർമ്മപ്പെടുത്തുന്നു. സ്വന്തം പ്രയത്നം കൊണ്ടും കഴിവുകൊണ്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്ത, സ്വന്തമായി വിമാനവും ഹെലികോപ്റ്ററുകളും വരെ നിർമ്മിച്ച നമ്മുടെ സഹിച്ചേട്ടന് അർഹിക്കുന്ന അംഗീകാരം ഇന്നുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഇദ്ദേഹത്തെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങൾ നമ്മുടെ ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും എത്രയും വേഗം ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.